ശ്രീ KS ശബരിനാഥൻ വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ഞാൻ MLA ആയിരുന്നപ്പോഴും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാർ അവരുടെ ഞാൻ സമ്മാനിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അതുപോലെ ഇവരെ ബാക്കി ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും. So we decided, all the leaders we discussed and decided, and we made it a promise that there is a pride, there is a sentiment, there is a cohesiveness in the people of Thiruvananthapuram. ഡയറക്ടർ ബോർഡ് INTUC ജനറൽ സെക്രട്ടറി അംഗവും ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റന് താരം ഒരു വലിയ നിയോഗമാണ് പാർട്ടിയും ഇവിടെയുള്ള ജനങ്ങളുമൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കവടിയാർ വാർഡിൽ മത്സരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് കോൺഗ്രസിനും UDFനും ചെയ്യാൻ കഴിയുന്ന ആശയങ്ങൾ ജനങ്ങളായി സംവദിക്കുവാനും അതിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ആ ചുമതലയുടെ ഭാഗമായി എന്നെ കൂടി ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളെല്ലാം സജ്ജരാണ് എന്നുള്ളത് വലിയ അഭിമാനത്തോടെ നിങ്ങളോട് പറയുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു. മുമ്പ് 2 തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെടാനുണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി. എന്നാൽ ഇത്തവണ ഇലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 5 വാർഡുകൾ ഒഴികെ എല്ലായിടത്തും UDFന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തെ പര്യടനം ജനങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്താൻ. അത് ചോദിക്കുന്ന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഇലക്ഷന് ഹൈ പീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായത്. ഈ യോഗത്തിന് നന്ദി. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആബാലവൃദ്ധ ജനങ്ങളുടെയും ആശീർവാദങ്ങളും പൂച്ചെണ്ടുകളും പൂമാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിൽ